കടലിൽ മത്സ്യബന്ധനത്തിനിടെ കണ്ടെയ്നറുകളിൽ കുടുങ്ങി മത്സ്യത്തൊഴിലാളികളുടെ വല നശിച്ചു. നീണ്ടകരയിൽ നിന്ന് പോയ ശ്രീ മഹാലക്ഷ്മി ബോട്ടിലെ വലകളാണ് നശിച്ചത്. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. നീണ്ടകര പോർട്ടിന് 51 നോട്ടിക്കലിൽ, അതായത് തീരത്ത് നിന്ന് 11 മാർ അകലെ വെച്ചാണ് ചൂടൻ വല നശിച്ചത്. കോരുവലിക്കുമ്പോൾ കണ്ടെയ്നർ അവശിഷ്ടങ്ങൾ കുടുങ്ങി വല കീറി. നശിച്ച കോരുവലയ്ക്ക് 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വല ഊരിക്കഴിഞ്ഞ് വീഞ്ചിൽ റോപ്പ് എടുക്കുന്ന സമയത്ത് ഇത് പൊങ്ങി വരും, താഴോട്ട് പോകും, പൊങ്ങി വരും, താഴോട്ട് പോകും. കുറേ നേരം വീഞ്ചി കയറാതെ കിടന്നു. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് ഉടക്കിയിരിക്കുകയാണ് റോപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വിട്ടു വന്നു. അപ്പോൾ കണ്ടെയ്നർ അകത്തായി. കടലിൽ ഉടക്കിൽ നമ്മൾ വീഴില്ല, കാരണം ഉടക്ക് മൊത്തം GPS നമ്പർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ഉടക്കിൻ്റെ പുറത്ത് ഇടുമ്പോൾ GPS നമ്പർ കാണിക്കുന്നതാണ്. ഇത് നമ്മൾ വലിച്ച് പൊങ്ങി വന്നപ്പം കണ്ടെയ്നറാണെന്ന് കണ്ട് പോയി, എല്ലാം പോയി. ഒരു ഉദ്ദേശം ഒരു 10 ലക്ഷം രൂപയ്ക്കകത്തുള്ള നഷ്ടം നമുക്ക് നിലവിലുണ്ട്. 28 മത്സ്യത്തൊഴിലാളികൾ ഇൻബോർഡ് വള്ളത്തിൽ ഉണ്ടായിരുന്നു. വല നശിച്ചതോടെ മത്സ്യബന്ധനം നടന്നില്ല. കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും മത്സ്യത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് 10,000 രൂപയുടെ ഡീസലും ഫിൽ ചെയ്തു പോയവർ നിരാശയിലായി. മുങ്ങിയ കപ്പലിൽ നിന്ന് കടലിൽ താഴ്ന്നതും ഒഴുകി തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും ഇപ്പോഴും കടലിലുണ്ട്. ഇവ നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക തുടരുന്നു. ഒന്നല്ല, 2 കപ്പലുകളിൽപ്പെട്ട അപകടത്തിലുള്ള ഈ കണ്ടെയ്നറുകൾ ഇന്ന് കടലിലുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇപ്പോഴും അതെടുത്ത് നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇത് ഒരു വലിയ നഷ്ടമാണ്. അവർക്ക് 10-15 ലക്ഷം രൂപയുടെ നഷ്ടം ഒരു വള്ളങ്ങൾക്ക് തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാലം കൂടി. ഇപ്പോൾ മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് ഇവരാണ് ഈ മത്സ്യക്ഷാമം തീർക്കാനായി കടലിൽ പോകുന്നതും കൊണ്ടുവരുന്നതും. പക്ഷേ നഷ്ടം ഭീകരം. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.